മുടിയല്ലേ അതങ്ങ് വളർന്നോളൂന്നേ, അതിനെ കയറേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതേ ആൾക്കാർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബ്രോ എനിക്ക് ഹെയർ ലോസ് ആവുന്നു, ബ്രോ എനിക്ക് ഡാൻഡ്രഫ് വരുന്നു, ബ്രോ എൻ്റെ മുടിക്ക് കട്ടിയില്ല, എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മുടിയെ നോക്കിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ മുടി നിങ്ങളെ നോക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. നിങ്ങൾക്കൊരു തിക്ക് ഹെയർ, സ്മൂത്ത് ഹെയർ, വളരെ ലഷ്യസ് ആയിട്ടുള്ള ഹെയർ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്യണം. ഞാൻ ഫാൻസി പരിപാടിയല്ല പറയുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ റുട്ടീൻ ഫോളോ ചെയ്താൽ സൂപ്പർ മുടി കിട്ടും നിങ്ങൾക്ക്. ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ റുട്ടീനെ കുറിച്ചാണ്. ലാസ്റ്റ് വരെ കാണുക, കിടിലം മുടി കിട്ടും നിങ്ങൾക്ക്. ലെറ്റ്സ് ഗോ. നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾ റൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ബേസിക് ഹെയർ കെയർ റുട്ടീൻ. യെസ് ഗൈസ്, നമ്മുടെ ഹെയറിൽ അതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ വെറുതെ ആന മുടി വളർന്നോളൂ, ഒന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോങ് റൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരും, ഹെയർ ഗ്രോത്ത് കുറയും, അതിനുള്ള തിക്നെസ് പോവും, ഹെയർ ലോസ് ആവാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് അയ്യോ ഹെയർ ലോസ് നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം ഇനി, ഡാൻഡ്രഫ് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം ഇനി, തിക്കായിട്ട് വളരാൻ വേണ്ടി എന്ത് ചെയ്യണം ഇനി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ ഇപ്പം തന്നെ ചിന്തിച്ചാൽ, അതായത് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്നതിന് മുമ്പ് ചിന്തിച്ചാൽ നിങ്ങളുടെ മുടി നിങ്ങളെ അനുസരിക്കും. യെസ് ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ, ദൈവം പല ടൈപ്പുള്ള ആൾക്കാർക്ക് പല ടൈപ്പ് ഓഫ് മുടിയെ കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് സ്ട്രെയിറ്റ്, ചിലവർക്ക് കേളി, ചിലവർക്ക് എന്താ പറയുക ഭയങ്കര തിക്ക് ഹെയർ കൊടുക്കും, ചിലർക്ക് തിൻ ഹെയർ കൊടുക്കും. അതൊക്കെ ദൈവം തന്ന ഹെയർ ആണ്, ജനറ്റിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ്. നിങ്ങളുടെ അച്ഛന് അപ്പൂപ്പനൊക്കെ ഉള്ള പോലത്തെ ഹെയർ ആണ്. ചിലവർക്ക് കഷണ്ടി ഉണ്ടാവും, അച്ഛന് കഷണ്ടി ഉണ്ട്, ചിലപ്പോൾ മക്കൾക്ക് കഷണ്ടി വരാം. അതൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല, അതൊക്കെ മുകളിൽ ദൈവം തരുന്ന കാര്യങ്ങളാണ്. ബട്ട് ദൈവം നമുക്ക് തന്ന ഹെയറിനെ പക്കയായിട്ട് അതിന് പറ്റിയ മാക്സിമം നല്ല എൻവയോൺമെൻറ്റ് നമ്മൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളനുസരിക്കും, അത് നമുക്ക് വേണ്ട പോലെ നിന്ന് തരും, എക്സെപ്റ്റ് ഫോർ ദ ജനറ്റിക്കൽ പാർട്ട്. ഓക്കെ, സോ ഗൈസ്, ഈ ചാനൽ ഹെയർ കെയർ വീഡിയോ മാത്രമല്ല, ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിംഗ്, ഈ വീഡിയോസ് കിട്ടാറുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ റെഡ് കളർ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. 10K ആവാൻ വളരെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ. അടുത്ത് തന്നെ 10K ആവും, ഡെഫിനറ്റ്ലി 10K ആക്കുക. അതിൻ്റെ ഓസം വീഡിയോസ് ആണ് വരുന്നത്, കിഡിലും കോണ്ടന്റ്സ് ആണ് വരുന്നത്, നിങ്ങളുടെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യും. ഓൾറൈറ്റ്, ആൻഡ് ഗൈസ്, ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യുക. Okay, fashion related, fitness related and my personal lifestyle related ആയിട്ടുള്ള photos, videos and stories of course on a daily basis Instagram. Alright, so guys, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് തരാം, ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ പോയിട്ട്. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബേസിക് ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലുള്ള റുട്ടീൻ എന്ന് വെച്ചാൽ MSC റുട്ടീനാണ്. യെസ്, ബേസിക് ഹെയർ കെയർ റുട്ടീൻ ഈസ് MSC റുട്ടീൻ. ഇത് ഞാൻ ചെയ്തൊരു ടൈപ്പ് ഓഫ് പേരാണ് MSC എന്ന് പറയുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല, അത് ആക്ച്വലി ഒരു കോഴ്സാണ് MSC എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഹെയർ കെയറിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു റുട്ടീനാണ് MSC റുട്ടീൻ. വാട്ട് ഈസ് MSC റുട്ടീൻ? M, the first step for mask. യെസ് ഗൈസ്, നമ്മുടെ ഹെയറിന് നമ്മൾ മാക്സിമം പോഷകം കൊടുക്കണം. അതിന് ഹെയർ മാസ്ക് ഉപയോഗിക്കണം. നമുക്ക് എന്താ പറയുക, പുറത്ത് മാർക്കറ്റിൽ കിട്ടുന്ന മാസ്ക് ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ കറൻ്റ്ലി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പുറത്തത്തെ ഒരു മാസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാമ എർത്തിൻ്റെ ആർഗൻ ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, നല്ല സാധനമാണ്. ബട്ട് നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമില്ല, നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ 5 ഹെയർ മാസ്കിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 5 ഹെയർ മാസ്ക് ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം, അവിടെ ചെക്കൗട്ട് ചെയ്യാം നിങ്ങൾ. ഹെയർ മാസ്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മുടിക്ക് വേണ്ടി നറിഷ്മെൻറ്റ്, അതിന് വേണ്ടി എന്താ പറയുക, അതിന് ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെയർ മാസ്ക് ആണ്. ബേസിക്കലി പറഞ്ഞാൽ ഓയിലിംഗ് ആണിത്. കുറേ ടൈപ്പ് ജ്യൂസും ഓയിൽസ് എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ് ഈ ഹെയർ മാസ്കിങ്. ഓക്കെ, വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നിങ്ങൾ ഹെയർ മാസ്കിങ് ചെയ്തതിനാൽ, അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ്, ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, മാസ്കിൻ്റെ വീഡിയോ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യാം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ഹെയർ ഡാമേജ് ആയ ഹെയറിന് ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ്, അതിന് വേണ്ടിയ ന്യൂട്രിയൻസ് കൊടുക്കുകയാണ്, അതിന് വളരാനുള്ള നല്ലൊരു എൻവയോൺമെൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഹെയർ മാസ്ക് നിങ്ങൾ തീർച്ചയായിട്ടും വിട്ടുകളയരുത്. നിങ്ങൾ മാർക്കറ്റിൽ പോയി മേടിക്കണം എന്നല്ല, നമ്മുടെ റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് മേടിക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, താഴെ ലിങ്ക് കൊടുക്കാം. എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ബ്രോ ഇതെവിടെ കിട്ടും അതെവിടെ കിട്ടും ചോദിക്കരുത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഹെയർ മാസ്ക് മേടിക്കാൻ പറ്റും. ഏതെങ്കിലും ബ്രാൻഡ്, നല്ല ബ്രാൻഡ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ഇനി അത് മേടിക്കാൻ താല്പര്യമില്ല, നാച്ചുറലായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നാച്ചുറൽ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണുക, എന്നിട്ട് അതിൽ ഹെയർ മാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ മാസ്ക് അല്ലെങ്കിൽ അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഞാൻ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ, അത് നിങ്ങൾ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, മാസ്ക്. യെസ്, നൗ സെക്കൻഡ് സ്റ്റെപ്പ്
എസ്, MSCയിലെ എസ് എന്ന് വെച്ചാൽ ഷാംപൂ. ബേസിക്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ് ഷാംപൂയിങ്. യെസ്. സോ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 ഷാംപൂ ആണ്. ഒന്ന് ഒരു ബേസിക് ഷാംപൂ എന്ന നിലയിൽ ഞാൻ എൻ്റെ വാവിൻ്റെ റെഡ് ഒനിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ ഷാംപൂ ആണത്. ഒനിയൻ ഷാംപൂ ആണത്, ബ്ലാക്ക് സീഡും. ഒനിയൻ ആൻഡ് ബ്ലാക്ക് സീഡ് ഇസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഈ ഹെയർ മാസ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക് ഷാംപൂ ആണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ മേടിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് മേടിക്കാം. കുറച്ച് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇത് ഞാൻ ഡിപ്പെൻസ്. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ഷാംപൂ എന്ന് വെച്ചാൽ എത്ര ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് നിങ്ങൾ ചോദിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പെർട്ടിക്കുലർ ഹെയർ. ഇപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ദിനചര്യയില്ല അതിനനുസരിച്ച്. കാരണം നിങ്ങൾ കുറേ പൊല്യൂഷനിൽ പോകുന്ന ആളാണോ, അല്ലെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ആളാണോ, അല്ലെങ്കിൽ എന്താ പറയുക ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണോ, അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ ഹെയറിനെ എപ്പോൾ വാഷ് ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം എങ്ങനെയാണെന്നൊക്കെ, ഹെയർ വാഷിനെ കുറിച്ച് ഷാംപൂയിനെ കുറിച്ച് ഞാൻ സ്പെസിഫിക്കലി വീഡിയോ ചെയ്യാം. ബട്ട് സെക്കൻഡ് പോയിന്റ് ആണ് ഷാംപൂയിങ് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. ഒരു ബേസിക് ഷാംപൂ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയർ കെയർ റുട്ടീനിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷാംപൂ ചെയ്യണം. നിങ്ങളുടെ ഹെയർ ഓക്കെ ഇപ്പോൾ ഷാംപൂ ചെയ്യണ സമയം നിങ്ങൾക്ക് തോന്നും. അതെങ്ങനെയാണ് ആ ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ കറൻ്റ്ലി എവറി അതർ ഡേ ആണ് ഞാൻ ഇപ്പോൾ ഷാംപൂയിങ് ചെയ്യുന്നത്. കാരണം എൻ്റെ റൂട്ടീൻ അനുസരിച്ച് എവറി അതർ ഡേ ഈസ് ഓക്കെ, എൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്. ബട്ട് ചില സമയങ്ങളിൽ ഞാൻ ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വാക്സ് ഒക്കെ തേച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കഴുകിക്കളയാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഹെയർ ക്ലെൻസിങ് ചെയ്യാറുണ്ട്. അപ്പോഴും ഞാനൊരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു മൈൽഡ് ഷാംപൂ ആണ് ഗൈസ്. ഇതിന് ഡാൻഡ്രഫ് ഒന്നും പോവില്ല. ഇത് സാധാ ഷാംപൂ ആണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അഗെയിൻ മൈ സെക്കൻഡ് ഷാംപൂ. ഒന്നാമത്തെ ബേസിക് ഷാംപൂ, രണ്ടാമത്തെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. ഇത് സ്കാൽപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സ്കാൽപ്പ് പ്ലസിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ആണ്. ഡെർമറ്റോളജിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഷാംപൂ ആണ്. നല്ല ഷാംപൂ ആണ്. ഡാൻഡ്രഫിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്പെസിഫിക്കലി ഇതിനെക്കുറിച്ച് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം, യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, സോ ബേസിക് ഷാംപൂ ആൻഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ഇത് ഞാൻ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ട. ഈ പറഞ്ഞ പോലെ അതിൽ എത്ര പ്രാവശ്യം യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വീക്ക്ലി 2 or 3 നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ. ബട്ട് നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഒന്നുമില്ല, പക്കയാണ്, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1.5 ഞാൻ യൂസ് ചെയ്യുമ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യും, 1 പ്രാവശ്യം യൂസ് ചെയ്യും. സോ വീക്ക്ലി ത്രൈസ് ആണ് ഞാൻ ഇപ്പോൾ കറൻ്റ് ഷാംപൂ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഡിഫേഴ്സ്. ചില ദിവസങ്ങളിൽ ചില പ്രോഡക്ട്സ് ഒക്കെ കളയാൻ വേണ്ടി ഞാൻ ഷാംപൂ ചെയ്യാറുണ്ട്. നൗ തേർഡ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് കണ്ടീഷനിങ്. യെസ്. സോ ഗൈസ് ഡെഫിനറ്റ്ലി നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഷാംപൂയിങ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കണ്ടീഷനിങ്. ഞാൻ ഇവിടെ വാവിൻ്റെ റെഡ് ഒനിയൻ ആൻഡ് ബ്ലാക്ക് സീഡ് അഗെയിൻ ഇതൊരു കോംബോ ആയിട്ടാണ് വന്നത് ഗൈസ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അല്ല, ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ, കുറഞ്ഞിട്ടുണ്ട് ഇത്രയും. സോ ഇത് ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിച്ച പ്രൊഡക്റ്റാണ്. സ്പോൺസർഷിപ്പ് വീഡിയോ ഒന്നും അല്ലത്. സ്പോൺസർഷിപ്പ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് വിശ്വാസമുള്ള പ്രൊഡക്റ്റ് വരാതെ ഞാൻ സ്പോൺസർഷിപ്പ് ചെയ്യില്ല. അതുകൊണ്ട് കുറേ മെയിലൊന്നും ഞാൻ റിപ്ലൈ അയക്കാറില്ല. കുറേ ബ്രാൻഡ്സ് എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, കുറേ മോഡലിംഗ് ഏജൻസി അപ്രോച്ച് ചെയ്യുന്നുണ്ട്, സ്കിൻ കെയർ ബ്രാൻഡ്സ്, ഫിറ്റ്നസിൻ്റെ നമ്മുടെ സപ്ലിമെൻറ്റ് ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഹെയർ പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിലൊക്കെ എനിക്ക് വിശ്വാസമുള്ള നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് ഗുണമാവും എന്നുള്ള പ്രൊഡക്റ്റാണെങ്കിൽ മാത്രമേ ഞാൻ സ്പോൺസർഷിപ്പ് വീഡിയോ ചെയ്യാറുള്ളൂ. തീർച്ചയായിട്ടും ഇൻ ഫ്യൂച്ചർ ഞാൻ ചെയ്യും, ബട്ട് നല്ല പ്രൊഡക്റ്റാണെങ്കിൽ മാത്രം. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, കാരണം വിശ്വാസം ഇസ് എവറിത്തിങ്. വിശ്വാസം അതല്ലേ അല്ല. ഓക്കെ, സോ ഗൈസ് അത് സത്യം ഉണ്ടോ? വിശ്വാസം അതാണ് എല്ലാം. സോ അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരു ഫാമിലിയെ പോലെയാണ്. അപ്പം 2 കാശിന് വേണ്ടി, നല്ല കാശ് കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ 2 കാശിന് വേണ്ടി നമ്മൾ നിങ്ങളെ ചതിക്കുന്ന പരിപാടി ഞാൻ ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുമ്പോൾ മാത്രമേ സ്പോൺസർഷിപ്പ് ചെയ്യുള്ളൂ. അപ്പം ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് കണ്ടീഷനിങ്. യെസ് ഗൈസ്, കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാച്ചുറൽ ഓയിൽ ചിലപ്പോൾ സ്ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി നാച്ചുറലി കുറച്ച് ഓയിൽ ആവശ്യമുണ്ട്. അധികം ഓയിൽ ആയിക്കഴിഞ്ഞാൽ ഗ്രീസി ആവും ഹെയർ, അത് നല്ലതല്ല. ബട്ട് നാച്ചുറലി കുറച്ച് ഓയിൽ ആവശ്യമുണ്ട് നിങ്ങളുടെ ഹെയറിന് ഒരു നല്ല കണ്ടീഷനിൽ നിൽക്കാൻ വേണ്ടി. സോ അതിന് വേണ്ടി നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഷാംപൂ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓയിൽസ് എല്ലാം അത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, മുടി സ്മൂത്ത് ആവും. അതുകൂടെ ഞാൻ പറയട്ടെ ഗൈസ്, നിങ്ങളുടെ മുടി ഒരു ചെറിയൊരു സിൽക്കി സ്മൂത്ത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയും ഈ പറഞ്ഞ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ബട്ട് മാക്സിമം നിങ്ങളൊരു ആർട്ടിഫിഷ്യൽ കെമിക്കലി അല്ലാത്ത ഒരു നാച്ചുറൽ ടൈപ്പ് ഓഫ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതൊക്കെ നല്ല പ്രൊഡക്ട്സ് ആണ്. ഇതിൽ ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ ബ്രാൻഡ്സ് ഉണ്ട്, ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാംപൂടൊപ്പം ഒരു കണ്ടീഷണർ മേടിക്കാം. ചിലതൊക്കെ കോംബോയിൽ വരും, ഷാംപൂ ആൻഡ് കണ്ടീഷണർ മിക്സ് ആയിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ബട്ട് ഞാൻ ഷാംപൂവിനേക്കാളും കൂടുതൽ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഈ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഞാൻ 3 പ്രാവശ്യം ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടീഷണർ 4 പ്രാവശ്യം യൂസ് ചെയ്യാം, ചിലപ്പോൾ 5 പ്രാവശ്യം യൂസ് ചെയ്യാം. കാരണം കണ്ടീഷനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷാംപൂവിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടീഷനിങ്. ഓക്കെ,
ഷാംപൂ ബേസിക്കലി നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ പുറത്തൊക്കെ പോയത് ഡസ്റ്റ്, ഡേർട്ട് പാർട്ടിക്കിൾസ്, പൊല്യൂഷനൊക്കെ തലയിൽ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമാണ് ഷാംപൂ. കണ്ടീഷനിങ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ നാച്ചുറൽ ഓയിൽസ് ഒക്കെ ഷാംപൂ കളയുമ്പോൾ അതിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയും മുടീനെ ഒരു സ്മൂത്ത് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണ്ടീഷണർ. സോ ആക്ച്വലി പറഞ്ഞാൽ നിങ്ങൾക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റിൽ അങ്ങനെ പൊടിയും പൊല്യൂഷനിലൊന്നും അധികം പോകാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഷാംപൂവിനേക്കാളും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷണറാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ഹെയർ കെയർ റുട്ടീൻ. മാസ്ക്, ഷാംപൂ, കണ്ടീഷനിങ്, MSC റുട്ടീൻ. ഓൾറൈറ്റ്, ഇനിയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്, കുറേ എന്താ പറയുക സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് അത് ബേസിക് അല്ല, അത് ഇനിയും എക്സ്ട്രാ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ധൃതിയാണ്, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ബേസിക് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഇല്ല നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മുടീനെ ബെസ്റ്റ് രീതിയിൽ വളർത്തണം എന്നുണ്ട്, കുറേ പ്രൊഡക്ട്സ് ഇനിയും യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നാച്ചുറലും ആർട്ടിഫിഷ്യൽ തന്നെ ആവണം നിർബന്ധമില്ല, നാച്ചുറൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ മുടീനെ നിങ്ങൾക്ക് കിഡിലായിട്ട് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു ഫുൾ ഫ്ലെജഡ് ഹെയർ കെയർ റുട്ടീൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫുൾ ഫ്ലെജഡ് ഒരു ടോപ്പ് നോച്ച് ഹെയർ കെയർ റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ഗൈസ് ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണ്ട, ലൈക്ക് ചെയ്യുക. ഓൾറൈറ്റ്, സോ ഗൈസ് ഈ ചാനൽ അഗെയിൻ ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ് ഇതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നത് ഡെഫിനറ്റ്ലി റെഡ് കളർ ബട്ടൺ കിഡിലൻ കോണ്ടന്റ്സ് ആണ് വരുന്നത്. ബെൽ ബട്ടൺ ടിങ് ക്ലിക്ക് ചെയ്യുക ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ് ചെയ്താലും. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് മൈ ഇൻസ്റ്റാഗ്രാം, ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഗൈസ് എനിക്ക് മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചാനലുണ്ട്. ഹിന്ദി ചാനൽ അഭിഷേക് ഷെനോയ് ആൻഡ് ഇംഗ്ലീഷ് ചാനൽ അഭിഷേക് ഷെനോയ് ഒഫീഷ്യൽ. താഴെ എല്ലാത്തിനും ലിങ്ക് കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് മലയാളത്തിനേക്കാളും കംഫർട്ടബിൾ ഹിന്ദിയോ ഇംഗ്ലീഷോ ആണെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ചാനൽ പുതിയ ചാനലാണ്, ഡെഫിനറ്റ്ലി എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽസ് ഒക്കെ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഗ്രോത്ത് അനുസരിച്ച് എനിക്ക് കൂടുതൽ കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും. അതാണ് ഇവിടെ ട്രിക്ക് എന്ന് വെച്ചാൽ, മനസ്സിലാവും. അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ എത്ര ഗ്രോ ചെയ്യുന്നോ അത്രയും എന്താ പറയുക, എനിക്ക് പുതിയ കോണ്ടന്റ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കിടിലൻ കോണ്ടന്റ്സ് ഞാൻ കൊണ്ടുവരും. കുറേ നോളജ് ഉണ്ട് ഗൈസ്, ബട്ട് ഡെഫിനറ്റ്ലി അത് റിസോഴ്സ് ഇല്ല നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായി. അപ്പോൾ റിസോഴ്സസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓസം കോണ്ടന്റ് ഞാൻ കൊണ്ടുവരും. ഓക്കെ, ദാറ്റ്സ് പ്രീറ്റി മച്ച്. നെക്സ്റ്റ് ടൈം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. I love you all. Subscribe.